ഗോഡ് ഈസ് ലവ് ഇന്റർനാഷണൽ ഫെലോഷിപ്പ് നടത്തുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചോദ്യോത്തര പങ്ക്തി എന്ന പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത കർത്താവിൽ ദേവദാസി സിജി ഡെന്നീസിനും ഹസ്ബൻഡ് ഡെന്നീസ് ബ്രദറും അവർ കുടുംബമായി നടത്തുന്ന ഈ ഓൺലൈൻ മിനിസ്ട്രിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേര് ബിൻസി ജോൺസൺ. ഞാൻ ബൈബിളിലെ ചില ചോദ്യ ഉത്തരവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. 1. ഗോലിയത്ത് ഏത് ദേശക്കാരനായിരുന്നു? എ. ഗത്ത്, ബി. ബെത്ലഹേം, സി. മോബാവ്. ഉത്തരം എ. ഗത്ത്. നമ്മുടെ ജീവൻ ഡാഷിൽ മറഞ്ഞിരിക്കുന്നു. എ. ക്രിസ്തുവിൽ, ബി. ദൈവത്തിൽ, സി. വചനത്തിൽ. ഉത്തരം എ. ക്രിസ്തുവിൽ. സൗമ്യതയുള്ളവർ ഡാഷ് അവകാശമാക്കും. എ. നന്മ, ബി. ഭൂമി, സി. സമ്പത്ത്. ഉത്തരം ബി. ഭൂമി. ഏതു നിമിത്തം നീ മുഷിയരുത്. എ. ദുഷ്പ്രവർത്തിക്കാർ, ബി. നീതികേട്, സി. അസൂയ. ഉത്തരം എ. ദുഷ്പ്രവർത്തിക്കാർ. യെദുതൂൻ ആരായിരുന്നു? എ. എഴുത്തുകാരൻ, ബി. പ്രവാചകൻ, സി. സംഗീത നിപുണൻ. ഉത്തരം സി. സംഗീത ജ്ഞാന നിപുണൻ. എളിവിനെ ആദരിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം. എ. വിടുവിക്കും, ബി. ന്യായം വിധിക്കില്ല, സി. ധനവും മാനവും. ഉത്തരം എ. വിടുവിക്കും. കോരഹിന്റെ ഗോത്രം. എ. ലേവ്യ, ബി. ദാൻ, സി. യഹൂദ. ഉത്തരം എ. ലേവ്യ. നമ്മുടെ അവകാശം ആരാകുന്നു? എ. സമ്പത്ത്, ബി. ക്രിസ്തു, സി. ദൈവമക്കൾ. ബി. ക്രിസ്തു. സിയോൻ പർവ്വതം ഉയരം കൊണ്ട് ഡാഷ് ആകുന്നു. എ. ഉന്നതം, ബി. മനോഹരം, സി. ശ്രേഷ്ഠം. ഉത്തരം ബി. മനോഹരം. ആസാഫ് എന്ന വാക്കിൻ്റെ അർത്ഥം. എ. കൂട്ടിച്ചേർക്കുന്നവൻ, ബി. സംഗീതപ്രിയൻ, സി. ആനന്ദം. ഉത്തരം എ. കൂട്ടിച്ചേർക്കുന്നവൻ. ഈ പ്രോഗ്രാമിൽ എന്നെ ഇൻവൈറ്റ് ചെയ്ത ഈ മിനിസ്ട്രിയുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.